എന്താണ് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്? പാൻക്രിയാറ്റിക് ക്യാൻസറിൽ പ്രധാനമായിട്ട് സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. സോ ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ വളരെ ചെറിയൊരു മുഴ വേറെ എവിടെയും എത്താത്ത ഒരു സ്റ്റേജാണ്. അതിൽ നമ്മൾ സർജറിയാണ്. ആൻഡ് ഈ ഒരു സർജറി ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നൊരു വിപ്പിൾസ് സർജറിയാണ്. വിപ്പിൾ സർജറിയിൽ പാൻക്രിയാസിൻ്റെ കൂടെ അതിൻ്റെ ചുറ്റുള്ള ചെറുകോടൽ, സ്പ്ലീന്, സ്റ്റമക്കിൻ്റെ ഒരു ചെറിയ ഭാഗം ആൻഡ് ലിവറിൻ്റെ ആ ട്യൂബിൻ്റെ ഒരു ചെറിയ ഭാഗം ചെയ്യുന്ന ഒരു വലിയ സർജറിയാണ്. ആൻഡ് ഈ ഒരു സർജറിയിൽ നമ്മൾക്ക് കൂടുതൽ പേഷ്യൻസിന് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ആ ക്യാൻസർ എടുത്ത് കളയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ സ്റ്റേജ് ആണെങ്കിലും പേഷ്യൻസിന് നമ്മൾ കീമോതെറപ്പി ഉപയോഗിക്കാറുണ്ട്. കീമോതെറപ്പി 6 മാസത്തേക്കാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. സോ കീമോതെറപ്പീൻ്റെ ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ടുള്ള ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 3 മാസം കൂടുമ്പോഴാണ് ഫോളോ അപ്പ് വെക്കാറ്. രണ്ടാമത്തെ സ്റ്റേജോ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ക്യാൻസറിൻ്റെ എത്രമാത്രം വലുതായിട്ടുണ്ടോ, അത് ഞരമ്പിനെ പിടിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനമാക്കുന്നത്. അപ്പോൾ ചില പേർക്ക് അത് ഓപ്പറേഷൻ വളരെ റിസ്കി ആണെങ്കിൽ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറപ്പി കൊടുത്തിട്ട് അതിനെ ചുരുക്കിയിട്ട് പിന്നെയാണ് സർജറി ചെയ്യാറ്. ആൻഡ് സർജറി ചില പേഷ്യൻസിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളിതൊരു 4ാമത്തെ സ്റ്റേജിലുള്ള ട്യൂമർ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് കീമോതെറപ്പിയാണ് ട്രീറ്റ്മെൻറ്റ്. കീമോതെറപ്പിയിൽ കുറേ ടൈപ്പ് കീമോതെറപ്പി ഉണ്ട്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഹെൽത്തും പേഷ്യൻറ്റിൻ്റെ ഫിറ്റ്നസ്സും പിന്നെ പേഷ്യൻറ്റിൻ്റെ ബാക്കി ലിവർ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് പവറുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ആണ് ഫോൾഫിറിനോക്സ് പറഞ്ഞത്. ഈ കീമോ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് താങ്ങാനുള്ള ശക്തിയുള്ള പേഷ്യൻസിലേ ഉള്ളൂ അത് ഉപയോഗിക്കാറ്. അതല്ലാതെ പിന്നെ ജെംസിറ്റാബിൻ, കേപ്പിസിറ്റാബിൻ, നാപാക്ലിറ്റാക്സൽ പറഞ്ഞ ഏറെ കുറേ കീമോതെറപ്പി ഓപ്ഷൻസ് ഉണ്ട്. ഇതല്ലാതെ വേറെ ട്രീറ്റ്മെൻറ്റ്സ് പാൻക്രിയാറ്റിക് ക്യാൻസറിൽ അത്ര ഇഫക്റ്റീവ് അല്ല. ഇമ്മ്യൂണോതെറപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറപ്പി മറ്റേ കുറേ ക്യാൻസറിൽ നല്ല റെസ്പോൺസ്, നല്ല ഇഫക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാൻക്രിയാറ്റിക് ക്യാൻസറിൽ അത്ര റോളില്ല. പിന്നെ ഒരു അഡ്വാൻസ് സ്റ്റേജായ പേഷ്യൻറ്റിൽ ഇത് ക്യാൻസർ സ്പ്രെഡ് ആകുമ്പോൾ അവരുടെ ബോണിനെ ബാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ അവയവങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ റേഡിയേഷൻ അവിടെ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു റേഡിയേഷൻ ഒരു പാലിയേറ്റീവ് റേഡിയേഷനാണ് പേഷ്യൻറ്റിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്.